വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് പുതിയ പാഠം പഠിക്കാം. മലയാളത്തിലെ 4ാമത്തെ പാഠമായ പിറന്നാൾ സമ്മാനം. സമ്മാനം ഇഷ്ടമില്ലാത്തവരാരുണ്ടാവില്ലല്ലോ. നിങ്ങൾക്കെല്ലാവർക്കും സമ്മാനം ഇഷ്ടമല്ലേ? ആരെങ്കിലും സമ്മാനം തരുന്നതും ഇഷ്ടമാണ്, ആർക്കെങ്കിലും സമ്മാനം കൊടുക്കാനും നമുക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഈ പാഠത്തിൽ കൂട്ടുകാരെ പരിചയപ്പെടാം. ഇവിടെ ആരൊക്കെ ഉണ്ട്? ആടുണ്ട്, പൂച്ചയുണ്ട്, താറാവുണ്ട്. ഈ ചിത്രത്തിൽ നോക്കൂ, ഇവിടെ ആരുണ്ട്? ഒരു പട്ടിക്കുട്ടിയുണ്ട്, ഒരു കോഴിയുണ്ട്, ഒരു കുഞ്ഞിക്കിളിയുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും മേൽപോട്ട് നോക്കിയിട്ട് എന്താ പറയുന്നത്? അവർക്ക് ഒരു സമ്മാനം കൊടുക്കണം. ആർക്കാണ് സമ്മാനം കൊടുക്കേണ്ടത്? അമ്മുക്കിടാവിന് ഒരു പിറന്നാൾ സമ്മാനം നൽകാനാണ്. അപ്പോൾ അവർക്ക് ഒരു സമ്മാനം നൽകണം അമ്മുക്കുട്ടിക്ക്. അപ്പോൾ അവർ ഒരു സമ്മാനം തിരഞ്ഞെടുക്കുകയാണ്. അപ്പോഴാണ് അവർ ഒരു നാരക്ക മരം കണ്ടത്. ഈ നാരക്ക മരത്തിൽ നോക്കിയിട്ട് അവർ പറയുകയാണ്, അവർ ചെറിയ ആൾക്കാരാണ്, അവർക്ക് ആ മരത്തിൻ്റെ മുകളിൽ കയറിയാൽ അവർക്ക് എന്ത് കിട്ടുള്ളൂ? സമ്മാനം കൊടുക്കാനുള്ള സാധനങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ ഓരോരുത്തർ പറയുകയാണ്, എന്താ പറയുന്നത്? ആട് ചോദിക്കുകയാണ്, പൂക്കൾ മതിയോ? അപ്പോൾ പൂച്ച എന്തായിരിക്കും ചോദിക്കുക? കൂട്ടുകാരവിടെ ചേർത്ത് എഴുതണേ, കായ മതിയോ? അപ്പോൾ താറാവ് പറയുകയാണ്, അതാ ആ മുത്ത് മതി. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ നായക്കുട്ടി പറയാണ്, നമുക്കെന്ത് ആ ഇല മതിയോ? അപ്പോൾ ഈ താറാവാണ് എന്ത് കണ്ടത്? ഇവിടെ ഒരു മുത്തിരിക്കുന്നത് കണ്ടത്. അപ്പോൾ താറാവ് പറഞ്ഞു, നമുക്ക് ആ മുത്തെടുക്കാം, മുത്ത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തർ ഓരോ അഭിപ്രായം പറഞ്ഞു. അങ്ങനെ ഇരിക്കെ പൂച്ച എന്ത് ചെയ്തു? ആ നാരക്ക എടുക്കാൻ വേണ്ടിയിട്ട് ആ മരത്തിലേക്ക് ഒറ്റച്ചാട്ടം ചാടി. അപ്പോൾ എന്താ ഉണ്ടായത്? പൂച്ച താഴത്തേക്ക് അങ്ങോട്ട് വീണു. പൂച്ച നാരക്കത്തിൽ കയറി, നാരങ്ങ മരത്തിൽ കയറി. നിറയെ മുള്ളുകൾ. നാരക്ക മരത്തിൽ നിറയെ എന്തുണ്ടാവും? മുള്ളുകളുണ്ടാവും. അങ്ങനെ പൂച്ചക്ക് ആ നാരങ്ങ കിട്ടിയില്ല. പൂച്ച അങ്ങ് താഴെ വീണു. പൂച്ച വീണു, തട്ടിമുട്ടി തടിനോ പുടിനോ താഴെ വീണു. പൂച്ചക്ക് വിഷമമായി. പൂച്ച വിഷമിച്ചു. കൂട്ടുകാർ ശ്രദ്ധിക്കണേ, എന്താ വായിക്കുന്നത്? ടീച്ചർ വായിച്ചു തരാം. പൂച്ച നാരകത്തിൽ കയറി, നിറയെ മുള്ളുകൾ. പൂച്ച വീണു, തട്ടിമുട്ടി തടിനോ പൊടിനോ താഴെ വീണു. പൂച്ച വിഷമിച്ചു. അപ്പോൾ കൂട്ടുകാരുടെ പുസ്തകത്തിൽ ഏതൊക്കെ വാക്കുകൾ എഴുതണം? പൂച്ച, കയറി, നാരക്ക, മുള്ളുകൾ, വീണു, തട്ടി, മുട്ടി, താഴെ, വിഷമിച്ചു. ഈ വാക്കുകളെല്ലാം കൂട്ടുകാരുടെ നോട്ട് പുസ്തകത്തിൽ എഴുതണേ. അടുത്തത് അവരങ്ങ് നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് ആ മുത്ത് പൊട്ടുന്നു. ആരാ പറയുന്നത്? കോഴി പറയുകയാണ്, ആ മുത്ത് പൊട്ടുന്നു. മുത്തിൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളത്? ശരിക്കും എന്താണ് അവർക്ക് മുത്തായി തോന്നിയതാണ്. അത് ആരുടെ കൂടാണ്? അത് നമ്മുടെ പൂമ്പാറ്റയുടെ അല്ലെങ്കിൽ ചിത്രശലഭത്തിൻ്റെ കൂടാണ്. പുഴു പിന്നെ പൂമ്പാറ്റയായി മാറുകയാണ്. നല്ല ഭംഗിയുള്ളൊരു പൂമ്പാറ്റ ആ മുത്തിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തു വരുന്നതായിട്ട് അവർക്ക് തോന്നുകയാണ്. അങ്ങനെ നല്ല ഭംഗിയുള്ള പൂമ്പാറ്റയെ കാണുകയാണ്. അപ്പോൾ എങ്ങനെയുള്ള പൂമ്പാറ്റയാണ്? നല്ല ഭംഗിയുള്ള പൂമ്പാറ്റ. അപ്പോൾ പൂമ്പാറ്റയെ പറ്റി നമുക്ക് എന്ത് ചെയ്യാം? ഒരു പാട്ടുണ്ടാക്കാം. ചേലുള്ള പൂമ്പാറ്റ വട്ടമിട്ടു പറന്നല്ലോ, മുത്തമൊന്നു കൊടുത്തല്ലോ, അമ്മുവിനുമ്മ തേനുമ്മ. അപ്പോൾ കൂട്ടുകാരെ ടീച്ചറെ കൂടെ പാടണേ. ചേലുള്ള പൂമ്പാറ്റ വട്ടമിട്ടു പറന്നല്ലോ, മുത്തമൊന്നു കൊടുത്തല്ലോ, അമ്മുവിനുമ്മ തേനുമ്മ. ചേലുള്ള പൂമ്പാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭംഗിയുള്ള പൂമ്പാറ്റ. എങ്ങനെയാ പറന്നത്? വട്ടമിട്ട് പറന്നു. എന്നിട്ടോ അമ്മുവിനൊരു വട്ടമിട്ട് പറന്ന് അമ്മുവിൻ്റെ അടുത്ത് വന്നിട്ട് അമ്മുവിനൊരു ഉമ്മ കൊടുത്തു. അത് നല്ല തേനുമ്മ കൊടുത്തു. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. അടുത്ത പേജിൽ കൂട്ടുകാർ എന്ത് ചെയ്യണം? വരികൾ ചേർത്തെഴുതണേ. എന്താണ്? മുകളിലുള്ള പാട്ടിന് യോജിച്ച രീതിയിലുള്ള വരികൾ ചേർക്കണേ. എങ്ങനെയാണ് ചേർക്കുക? ചേലുള്ള പൂമ്പാറ്റ വട്ടമിട്ടു പറന്നല്ലോ, മുത്തമൊന്നു കൊടുത്തല്ലോ, അമ്മുവിനുമ്മ തേനുമ്മ.
അപ്പം നമുക്ക് ചേരുള്ള പൂമ്പാറ്റ എന്നുള്ളതിന് പകരം താഴെയുള്ള വരിയിൽ നമുക്ക് എങ്ങനെ ചേർക്കാം? അടുത്ത പേജിലുള്ള വരിയിൽ എങ്ങനെ ചേർക്കാം? ചന്തമുള്ള പൂമ്പാറ്റ. എന്താണ്? ചന്തമുള്ള പൂമ്പാറ്റ. വട്ടമിട്ടു പറന്നല്ലോ. ചന്തമുള്ള പൂമ്പാറ്റ വട്ടമിട്ടു പറന്നല്ലോ. ഇനി അടുത്തത് ഡാഷ് കൊടുത്തല്ലോ. അവിടെ നമുക്ക് എങ്ങനെ ചേർക്കാം? ചക്കര മുത്തം കൊടുത്തല്ലോ. എങ്ങനെ എഴുതാ? ചക്കര മുത്തം കൊടുത്തല്ലോ. അമ്മുവിനുമ്മ തേനുമ്മ. അപ്പം എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത്? ചന്തമുള്ള പൂമ്പാറ്റ വട്ടമിട്ടു പറന്നല്ലോ, ചക്കര മുത്തം കൊടുത്തല്ലോ, അമ്മുവിനുമ്മ തേനുമ്മ. അപ്പോൾ കൂട്ടുകാർ ഈ വരികൾ കൂട്ടുകാരുടെ നോട്ട് പുസ്തകത്തിൽ എടുത്തെഴുതുക, അല്ലെങ്കിൽ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള വരികൾ ചേർത്തെഴുതുക. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. അടുത്ത പേജ് എന്തൊക്കെയുണ്ട്? പൂച്ചയുണ്ട്, സിംഹമുണ്ട്, പശുവുണ്ട്, ചെടിയുണ്ട്, മുയലുണ്ട്, വണ്ടുണ്ട് അല്ലേ? ഇതിൽ ഇവിടെ നമുക്ക് വരി ചേർക്കാനുണ്ട്. നിങ്ങളുടെ വീട്ടിൽ പൂച്ചയുണ്ടോ? ഒരു ചോദ്യമാണ് അല്ലേ? നിങ്ങളുടെ വീട്ടിൽ പൂച്ചയുണ്ടോ? അപ്പോൾ നിങ്ങൾ അവിടെ എന്ത് ചെയ്തും? ഞങ്ങളുടെ വീട്ടിൽ പൂച്ച. ഈ ചിത്രത്തിൽ പൂച്ച കാണുന്നില്ലേ? കൂട്ടുകാരുടെ വീട്ടിലൊക്കെ പൂച്ച ഉണ്ടാവുമല്ലോ. കൂട്ടുകാരെങ്ങനെ എഴുതണം? ഞങ്ങളുടെ വീട്ടിൽ പൂച്ചയുണ്ട്. ഇനി അടുത്തത്, നിങ്ങളുടെ വീട്ടിൽ കടുവയുണ്ടോ? ഈ ആരുടെയും വീട്ടിൽ കടുവ ഉണ്ടാവലുണ്ടോ? ഇല്ലല്ലോ. അപ്പം നമ്മളെങ്ങനെ എഴുതുക? ഞങ്ങളുടെ വീട്ടിൽ കടുവയില്ല. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. അടുത്ത പേജിൽ ഇതേപോലെ നിങ്ങൾക്ക് ഈ ചിത്രത്തിലുള്ളത് നോക്കിയിട്ട് അത് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരികൾ ഇവിടെ എഴുതാം. എങ്ങനെ എഴുതാം? മുകളിലുള്ള അതുപോലെ നോക്കി എഴുതാം, അതിനെ മാച്ചായിട്ട് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വരികൾ അവിടെ ചേർക്കാം. നിങ്ങളുടെ വീട്ടിൽ ഞണ്ടുണ്ടോ? ഞങ്ങളുടെ വീട്ടിൽ ഞണ്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഞണ്ടുണ്ട്. ഇനി നിങ്ങളുടെ വീട്ടിൽ മരമുണ്ടോ? ഞങ്ങളുടെ വീട്ടിൽ മരമുണ്ട്. ഇങ്ങനെ വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാം. അടുത്ത പേജ് ഒരു കിനാവ്. ഒരാളെ കണ്ടില്ലേ? അയാളെ കയ്യിൽ എന്താണുള്ളത്? ഒരു ആടിൻകുട്ടിയുണ്ട് അല്ലേ? ഒരു കർഷകന് ഒരു ആടുണ്ടായിരുന്നു. നിങ്ങളൊരു കർഷകനെ കാണുന്നില്ലേ ചിത്രത്തിൽ? ആ കർഷകൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? ഒരു ആടിനെ പിടിച്ചിട്ടുണ്ട് അല്ലേ? ഒരു കർഷകന് ഒരു ആടുണ്ടായിരുന്നു. ഒരു കർഷകന് ഒരു ആടുണ്ടായിരുന്നു. ഇനിയോ ആ കർഷകന് എന്നും ആ കർഷകന് ആടിന് തീറ്റ കൊടുക്കും. എന്നും ഇതിന് തീറ്റ കൊടുക്കും. അങ്ങനെ ഒരു നാൾ അയാൾ ആ ആടിനെ വിറ്റു. ഒരു ദിവസം വേറൊരാൾക്ക് ഈ കുഞ്ഞാടിനെ ആര് വിറ്റു? ഈ കർഷകന് വിറ്റു. അന്ന് രാവിൽ അയാൾ ഒരു കിനാവ് കണ്ടു. ആട് തിരികെ വന്നെന്ന്. എങ്ങനെയാണ്? അന്ന് രാവിൽ മീൻസ് രാത്രി അയാൾ ഒരു സ്വപ്നം കണ്ടു. കിനാവ് എന്ന് പറഞ്ഞാൽ സ്വപ്നം അല്ലേ? കിനാവ് കണ്ടു, ആട് തിരികെ വീട്ടിലേക്ക് വന്നെന്ന്. അങ്ങനെ പിറ്റേന്ന് രാവിലെ വാതിൽ തുറന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് കൂട്ടുകാർ അവിടെ എഴുതണേ. എന്താ കൂട്ടുകാർ ചിത്രത്തിൽ കാണുന്നത്? ആട് കർഷകൻ്റെ മുന്നിൽ നിൽക്കുന്നു. എന്താണ് അവിടെ ചേർക്കേണ്ടത്? ആട് കർഷകൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നു. പിറ്റേന്ന് വാതിൽ തുറന്നപ്പോൾ ആട് കർഷകൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നു. അപ്പോൾ കർഷകൻ എന്തായി? വളരെയധികം സന്തോഷമായി. ഈ കൂട്ടുകാർ ഈ പേജിൽ ചിത്രങ്ങൾക്ക് നിറം കൊടുക്കുക, വരച്ച് ചേർക്കാൻ ബാക്കിയുള്ളത് വരച്ച് ചേർക്കുക. ഈ 2 പേജിലും ചിത്രങ്ങളുണ്ട്. ചിത്രങ്ങൾ വരച്ച് പൂർത്തിയാക്കുക, ചിത്രങ്ങൾക്ക് നിറം കൊടുക്കുക. അടുത്ത പേജ് എടുക്കുക. അടുത്ത പേജ് എന്താണ്? ഇവിടെ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഒരു കഥക്ക് പേര് കൊടുക്കുക. ഇവിടെ ആരെയാ കാണുന്നത്? കടുവയല്ലേ കാണുന്നത്? കടുവ നല്ല ഉറക്കത്തിലല്ലേ?
അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. കായ് തേടി അവർ നടന്നു, കാട്ടിലൂടെ നടന്നു, ചൊക്കൻ മുന്നിൽ കാർത്തി പിന്നിൽ. അപ്പോൾ 2 കൂട്ടുകാർ, ഒരാളെ പേരാണ് ചൊക്കൻ, ഒരാളെ പേരാണ് കാർത്തി. അപ്പോൾ ചൊക്കൻ എന്ന് പറഞ്ഞൊരു നായ്ക്കുട്ടിയുണ്ട്, ഒരു കാർത്തി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. അങ്ങനെ കായ് തേറി അവർ നടന്നു, കാട്ടിലൂടെ നടന്നു, ചൊക്കൻ മുന്നിൽ കാർത്തി പിന്നിൽ. ചൊക്കൻ നിന്നു, ചെവി കൂർപ്പിച്ചു, അതാ ഒരു കടുവ. ചൊക്കൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നായ്ക്കുട്ടി. നായ്ക്കുട്ടിക്ക് ചെറിയ ഒച്ചകളും ശബ്ദങ്ങളൊക്കെ മണമൊക്കെ നേരത്തെ അറിയാം. അപ്പോൾ ചൊക്കന് എന്തോ ഒരു അപകട സൂചന തോന്നി. അപ്പം ചൊക്കൻ എന്ത് ചെയ്തു? ചെവി കൂർപ്പിച്ച് നിന്നു. അങ്ങനെ ചൊക്കൻ പറഞ്ഞു, അതാ ഒരു എന്താണ്? കടുവ. ഇനി അടുത്ത പേജിൽ എന്താണുള്ളത്? പിറ്റേന്ന് ചൊക്കൻ വന്നു, നായക്കുട്ടി വന്നു. ചൊക്കൻ വിളിച്ചു, കാർത്തി പിന്നാലെ പോയി. പിറ്റേന്ന് ചൊക്കൻ വന്നു, ചൊക്കൻ വിളിച്ചു, കാർത്തി പിന്നാലെ പോയി. അതാ മരച്ചുവട്ടിൽ കുട്ടുരുവൻ കിളി. കാർത്തി കിളിയെ എടുത്തു, വെള്ളം കൊടുത്തു, കിളി പറന്നുപോയി. ചൊക്കൻ വാലാട്ടി. ചൊക്കൻ ആൾ കൊള്ളാമല്ലോ. അപ്പം എങ്ങനെയാന്ന്? പിറ്റേന്ന് ചൊക്കൻ വന്നു, ചൊക്കൻ നായക്കുട്ടി വന്നു. ചൊക്കൻ വിളിച്ചു, കാർത്തി പിന്നാലെ പോയി. ചൊക്കൻ ആരെ വിളിച്ചു? കാർത്തിയെ വിളിച്ചു. അപ്പോൾ കാർത്തി ചൊക്കൻ്റെ പിന്നാലെ പോയി. അതാ മരച്ചുവട്ടിൽ കുട്ടുരുവൻ കിളി. അപ്പോൾ കിളി എന്തോ പറ്റിയിട്ട് വീണ് കിടക്കുകയാണ്. മരച്ചുവട്ടിൽ കുട്ടുരുവൻ കിളി. കാർത്തി കിളിയെ എടുത്തു, വെള്ളം കൊടുത്തു. അപ്പോൾ കിളിക്ക് ക്ഷീണമൊക്കെ മാറി കിളി പറന്നു പോയി. ചൊക്കൻ വാലാട്ടി. ചൊക്കന് സമാധാനമായി അല്ലേ? ചൊക്കൻ ആൾ കൊള്ളാലോ, നല്ല കുട്ടിയല്ലേ ചൊക്കന്. അപ്പം നിങ്ങൾ നല്ലൊരു തലക്കെട്ട് എഴുതിയിട്ട് വരിയും ഒക്കെ പൊരുത്തപ്പെടുത്താമോ? കണ്ടില്ലേ? അപ്പോൾ കൂട്ടുകാർ ഇവിടെ എന്ത് ചേർക്കണം? ഒരു തലക്കെട്ട് ചേർക്കണം. കാട്ടിലൂടെ ഒരു യാത്ര എന്നുള്ള തലക്കെട്ട് ചേർക്കാം. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക.